വിക്ടോറിയ ഫോൾസിൽ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ കാണാത്തവർ ചാനലിൽ പോയി ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. വിക്ടോറിയ ഫോൾസ് സിംബാബ്വെ അല്ലെങ്കിൽ സാംബിയ വിസിറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ലക്ഷറി ആക്ടിവിറ്റിയാണ് റോയൽ ലിവിങ്സ്റ്റൺ ഡിന്നർ എക്സ്പ്രസ്. നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് സിംബാബ്വെയും സാംബിയയും ബന്ധിപ്പിക്കുന്ന ഫേമസ് വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജിലാണ്. ഈ കാണുന്നതാണ് സാംബസി റിവർ. വിക്ടോറിയ ഫോൾസിൽ നിന്ന് വരുന്ന വെള്ളം സാംബസി റിവറിലൂടെയാണ് ഒഴുകിപ്പോകുന്നത്. ഈ റോയൽ ലിവിങ്സ്റ്റൺ എക്സ്പ്രസ് എന്നുള്ളത് ഒരു വിൻറ്റേജ് സ്റ്റീം ട്രെയിനാണ്. 1940കളിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ട്രെയിൻ. ബ്രിട്ടീഷ് കൊളോണിയൽ ടൈമിൽ സിംബാബ്വെ സദേൺ റൊഡേഷ്യ എന്നും സാംബിയ നോർത്തേൺ റൊഡേഷ്യ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് കാലത്ത് സദേൺ ആഫ്രിക്കയിലെ റെയിൽവേ സംവിധാനമായിരുന്ന റൊഡേഷ്യൻ റെയിൽവേസ് ഉപയോഗിച്ചിരുന്ന സ്റ്റീം എഞ്ചിൻ ട്രെയിനാണിത്. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനിൻ്റെ ബാർ ഏരിയയിലേക്കാണ്. ഇവിടെയാണ് അവർ ഡ്രിങ്ക്സ് ഒക്കെ സെർവ് ചെയ്യുന്നത്. അതുപോലെ കിച്ചണും ഈ കാരേജിൽ തന്നെയാണ്. സാംബിയയിലെ ലിവിങ്സ്റ്റൺ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച് ഈ ട്രെയിൻ മോസിയോ തുന്യ നാഷണൽ പാർക്ക് വഴി വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജിലെത്തി. ഇവിടെ സാംബസി റിവറിൻ്റെ മുകളിലുള്ള സൺസെറ്റൊക്കെ ആസ്വദിക്കാനായിട്ട് ഒരു 20 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ട്രെയിനിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ടൂറിസ്റ്റുകളിൽ കുറച്ച് പേർ പുറത്തിറങ്ങി വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജിൻ്റെയും അതുപോലെ സാംബസി റിവറിൻ്റെയും ആ സൺസെറ്റൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ബാക്കിയുള്ള കുറച്ച് പേർ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അങ്ങനെ സ്പെൻഡ് ചെയ്യാണ്. ഞാനിപ്പോൾ കുറച്ച് നേരം ട്രെയിനിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഫോട്ടോസും വീഡിയോസ് എടുക്കാനായിട്ട്. അതിനുശേഷം പുറത്തിറങ്ങി സൺസെറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഈ സമയത്താണ് ഇവർ ഡിന്നറിനായിട്ടുള്ള ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. നമുക്കിനി പുറത്തിറങ്ങി വിക്ടോറിയ ഫോൾസും അതുപോലെ ആ ബ്രിഡ്ജും സാംബസി റിവറും ഒക്കെ പോയി കാണാം. ഈ കാണുന്നതാണ് സാംബസി റിവർ. നമ്മുടെ ട്രെയിനിൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളിവിടെ ട്രെയിൻ നിർത്തിയ സമയത്ത് ട്രെയിനിൻ്റെ അകത്ത് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ നിന്ന കാരണം പുറത്ത് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമുക്കിനി അകത്തേക്ക് തന്നെ പോവാം. ഈ റോയൽ ലിവിങ്സ്റ്റൺ ഡിന്നർ എക്സ്പ്രസ് ഏകദേശം 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ലക്ഷറി എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു കാരേജിൽ ഇപ്പോൾ ആരുമില്ല, എല്ലാവരും ഡിന്നർ കഴിക്കുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കാം. കണ്ടോ, ഭയങ്കര രസാട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാനായിട്ട്. പണ്ട് കാലത്ത് റോയൽ ഫാമിലീസും അതുപോലെ ഉയർന്ന പദവിയിലുള്ള ആളുകളുമൊക്കെ ട്രാവൽ ചെയ്തിരുന്ന ഒരു ട്രെയിനാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലക്ഷറി എക്സ്പീരിയൻസ് മാത്രമല്ല, പണ്ട് കാലത്ത് ആ ഒരു ചരിത്രം അറിയുന്നതിനുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാണിത്. നമ്മളിപ്പോൾ പതുക്കെ ലിവിങ്സ്റ്റൺ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അവർ ഇനി ഡിന്നർ സെർവ് ചെയ്യാൻ പോകുന്നത്. എന്താ രസമല്ല ഇതൊക്കെ കാണാനായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു ലക്ഷറി എക്സ്പീരിയൻസ് ആണ്. $220 പെർ പേഴ്സൺ ആണ് അവർ ഈ ഒരു എക്സ്പീരിയൻസിന് ചാർജ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിന്നർ കഴിക്കുന്ന ആ കാരേജിലേക്ക് പതുക്കെ പോവാം. ടേബിൾസൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഫൈവ് കോഴ്സ് ഡിന്നറാണ് അവർ സെർവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു സ്റ്റാർട്ടറിൽ ആരംഭിക്കുകയായി. അതിനുശേഷം വൈറ്റ് ബീൻ പൂരിയുടെ ഒരു കോർണറ്റാണ് അവർ സെർവ് ചെയ്തത്, ഈ ഒരു ഐസ്ക്രീമിൻ്റെ കോർണറ്റ് പോലെ. ഇനി നെക്സ്റ്റ് ഐറ്റം വരുന്നതിന് മുമ്പ് ഈ ബാറിൻ്റെ ഏരിയയിലേക്ക് ഒന്ന് ജസ്റ്റ് വന്നതാണ്. ഇവിടെയാണ് റെസ്റ്റ് റൂംസ്.
അപ്പോൾ നമുക്കിനി വീണ്ടും ഫുഡ് കഴിക്കണ ഏരിയയിലേക്ക് പോവാം. ഈ ഒരു ഡിന്നർ മാത്രമല്ല, ഈ യാത്ര ആരംഭിക്കുന്നത് മുതൽ അവർ നമുക്ക് സ്റ്റാർട്ടറുകളും സ്നാക്കുകളും അതുപോലെ ഡ്രിങ്ക്സുകളൊക്കെ ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കാണുന്നത് റോസ്റ്റഡ് ബട്ടർനട്ട് ആൻഡ് മൊരിങ്ങ സൂപ്പാണ്. അതിനുശേഷം ബീട്രൂട്ട് കപ്പാച്ചിയോ എന്നൊരു ഇറ്റാലിയൻ ഡിഷാണ് കൊണ്ടുവന്നത്. അതിനുശേഷം മെയിൻ കോഴ്സ് ഓവൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബീഫ് ടെൻഡർലോയിൻ വിത്ത് പംകിനാണ് സെർവ് ചെയ്തത്. ഈ ടെൻഡർലോയിൻ എന്ന് പറയുന്നത് ബീഫിൻ്റെ അല്ലെങ്കിൽ പോർക്കിൻ്റെ ഒക്കെ മോസ്റ്റ് ടെൻഡർ ആയിട്ടുള്ള ഒരു ഇറച്ചി പീസാണ്. ഡെസേർട്ട് അമറുള്ള ചോക്ലേറ്റ് മൂസ് വിത്ത് റോസ്റ്റഡ് ഗ്രൗണ്ട് നട്ട്സ് ആയിരുന്നു. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് കോഫി കൂടി ആവാന്ന് വെച്ചിട്ട് അങ്ങനെ അതും ഓർഡർ ചെയ്തു. അങ്ങനെ 4 മണിക്കൂർ നീണ്ടു നിന്ന റോയൽ ലിവിങ്സ്റ്റൺ ഡിന്നർ എക്സ്പ്രസ് ലിവിങ്സ്റ്റൺ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാംബിയയിലെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. പുറത്ത് നമ്മുടെ ഷട്ടിൽ സർവീസിൻ്റെ വണ്ടി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ നമ്മളെ അവർ തിരിച്ച് ലോഡ്ജിൽ കൊണ്ടാക്കും.